40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ നമുക്ക് തങ്ങളെ മോനക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ ഈ കുട്ടിനെ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അതിനെ അറിയില്ല. ഇതിനാണ് ഈ പെണ്ണുങ്ങളെ വെച്ച്. നമസ്കാരം. വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് കള്ളന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ മതവിശ്വാസികളുടെ ഇടയിലും നമുക്ക് അത്തരം പാരസൈറ്റുകളെ കാണാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും, എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുണ്ട്, ഇങ്ങനൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ അഡ്വർടൈസ്മെന്റ് അടിച്ചിറക്കുന്നത്. അപ്പൊ ഈ പരസ്യമൊക്കെ കണ്ട്, ഈ നോട്ടീസൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ ഇവരുടെയൊക്കെ അടുത്തേക്ക് ചെല്ലും. കൂടുതലും ഭയങ്കര തീവ്രമായിട്ടുള്ള വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും ഇവരുടെയൊക്കെ അടുത്തേക്ക് ചെല്ലുന്നത്. പാവങ്ങളായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. അപ്പൊ ഇവരുടെ കയ്യിലുള്ള സമ്പാദ്യം കൂടി ഇയാളുടെയൊക്കെ മുമ്പിൽ കൊണ്ടങ്ങിടും. അവസാനം വല്ല പരിഹാരവും കാണാൻ സാധിക്കുമോ? ഇല്ല, ഒരു പരിഹാരം കാണത്തുമില്ല. കയ്യിലിരിക്കുന്ന പൈസ പോവുകയും ചെയ്യും. അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള എത്ര ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് അറിയാമോ? ഒത്തിരി പാവങ്ങൾ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും പിന്നെയും ഇത്തരക്കാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ പെരുകുന്നതല്ലാതെ കുറവൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു തങ്ങള് നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ച് വർഷമായിട്ട് അയാൾ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പൊ അയാളുടെ പേരാണ് ഹമീദ് ആറ്റക്കോയ തങ്ങൾ. ഈ കാണിച്ചേക്കുന്നതാണ് പ്രസ്തുത വ്യക്തി. അപ്പൊ ഇയാൾ അടിച്ചിറക്കിക്കുന്ന നോട്ടീസാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. അയാളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പരിഹാരമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമുണ്ട്. അതിപ്പോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നമായിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിന് വരുന്ന അസുഖങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ചികിത്സയും പരിഹാരവും ഇയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇയാൾ കൂടുതലും ഇയാളുടെ വലയിൽ വീഴുന്നത് മുസ്ലിം സ്ത്രീകളാണ്. 10-40 വയസ്സായിട്ടുള്ള സ്ത്രീകളാണ് ഇയാളുടെ വലയിൽ ചെന്ന് വീഴുന്നത്. നിങ്ങൾക്ക് ഈ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അറ്റക്കോയ തങ്ങൾ എന്ന് പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ഇയാളുടെ. അപ്പോൾ ഇയാൾ കള്ളനാണ്, ഇയാൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട്. അതിനകത്ത് കൂടുതലും മുസ്ലിം മതപണ്ഡിതരും പിന്നെ ഉസ്താദുമാരും തങ്ങളുമാരും ഒക്കെ തന്നെയാണ് കൂടുതലും. അപ്പൊ അത്തരത്തിലുള്ള തങ്ങളുമാരൊക്കെ തന്നെ ഇയാൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, മുസ്ലിം സ്ത്രീകളെ മാത്രം വെച്ചുകൊണ്ട് ഇയാൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇയാൾ അവകാശപ്പെടുന്നത് മുത്തുനബിയുടെ ഫാമിലിയിൽപ്പെട്ട ആളാണ് ഞാൻ, പ്രവാചകന്റെ കൊച്ചുമകനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളെ സ്വയം വിശേഷിപ്പിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം ഇയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇയാളെ കുറിച്ചിട്ട് കൂടുതലും അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതും സ്ത്രീകളാണ്. ഇയാളുടെ അണ്ടറിൽ കുറെ സ്ത്രീകളുണ്ടല്ലോ, ഇയാളെ വിശ്വസിച്ച് ഇയാൾ നല്ല മനുഷ്യനാണ്, ഇയാൾ എന്തോ വലിയ സംഭവമാണ് എന്ന് വിശ്വസിച്ച് ഇയാളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ ആ സ്ത്രീകളാണ് ഇയാളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അതിനാണ് ഇയാൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി വെച്ചേക്കുന്നത്. അപ്പൊ ഏതായാലും ഇയാളെ കുറിച്ച്, ഇയാളുടെ ഈ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു സ്ത്രീ ഒരു വോയിസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വോയിസ് റെക്കോർഡിനകത്ത് കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബഹുമാനപ്പെട്ട പണ്ഡിത സമൂഹവും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും അറിയേണ്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ വോയിസിൽ വരാൻ എന്താ കാരണം വെച്ചാൽ, ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസമുള്ളവർ അവര് ആത്മീയ ചികിത്സ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെടാറുണ്ട്. അങ്ങനെ എന്റെ ചുറ്റുവട്ടത്തും അയൽവക്കത്തും കുടുംബത്തിലുള്ളവരൊക്കെ ഇങ്ങനെ പോയി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും ഒരു ആഗ്രഹം തോന്നി, ഒന്ന് പോകാൻ, ഒന്ന് അറിയണല്ലോ. ഞാൻ അവിടെ ചെന്നു. പിന്നെ തുടക്കത്തിൽ എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ ചെല്ലുമ്പോൾ പൈസ വേണം, ഇത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് പൈസ ഒക്കെ അവിടെ കൊടുത്തു. ഒരുപാട് പരിഹാരം കാണിച്ചു തരുന്ന ഇഷ്ടം പോലെ ജനങ്ങൾ അവിടെ ഉണ്ട്, കണ്ടമാനം. പക്ഷേ ഈ ജനങ്ങളിൽ ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ 99 ആൾക്കാർ സ്ത്രീകൾ മാത്രമാണ്. അതും പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകളാണ്, അല്ലാതെ ഒരു സ്ത്രീകൾ അവിടെ ഞാൻ കണ്ടില്ല. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ ജോലിക്ക് പോകുന്നവരും മറ്റും അങ്ങനത്തെ സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ. അന്നാണ് ജോലിക്ക് പോകുന്ന സ്ത്രീകളും മാത്രം. ഇത്തരമായിട്ടുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത്. അവിടുത്തെ അഡ്മിമാരും മൊത്തം പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളാണ്. അദ്ദേഹത്തിന്റെ അടുത്തുള്ള തങ്ങളെന്ന് അവകാശപ്പെടുന്ന ഒരാൾ നിന്ന് എനിക്കും അതുപോലെ ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മോശമായിട്ടുള്ള അനുഭവങ്ങളാണ്. സ്ത്രീകളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അവകാശപ്പെടുന്ന ഒരു രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് അനുഭവങ്ങളുണ്ട്, തെളിവിന്റെ കയ്യിലുണ്ട്. അപ്പോ ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു വോയിസ് റെക്കോർഡ് മാത്രമാണ്. വോയിസ് റെക്കോർഡിൽ നിന്ന് മാത്രം നമുക്ക് കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ ഈ പറഞ്ഞേക്കുന്ന സ്ത്രീ നേരിട്ട് വന്നിട്ടുണ്ട്, മാധ്യമങ്ങളുടെ മുമ്പിൽ നേരിട്ട് വന്നിട്ട് അവര് അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഞാൻ അവരുടെ വീഡിയോ ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു പറയുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, നമുക്ക് ഒരു ബിസിനസ് പരമായിട്ട് സംസാരിക്കണം. തങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. എന്നോട് പറഞ്ഞു, തങ്ങള് ആറ്റക്കോയ തങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയും. എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, നമുക്ക് അതുപോലെ നീങ്ങാൻ, നിങ്ങൾക്കും രക്ഷപ്പെടാം എനിക്കും രക്ഷപ്പെടാൻ. 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ നമുക്ക് തങ്ങളെ മോനക്ക് എത്തിച്ചു കൊടുക്കുക.
ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അതിനെ അറിയില്ല. ഇതിനാണ് ഈ പെണ്ണുങ്ങളെ വെച്ചു. അപ്പൊ ഞാൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞത്, ഇപ്പൊ ഞാനിപ്പോ പബ്ലിക്കിൽ പറയാൻ തയ്യാറല്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ തങ്ങളന്ന് നോക്കില്ല വെക്കടെ ഫോണെന്ന് ഇറങ്ങിയാണ്. ഇതിനുള്ള പണി ഞാൻ എനിക്ക് തരാൻ, ഞാൻ പണി തുടങ്ങാൻ പോകുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നിട്ടായിരുന്നു. അതിന്റെ ശൈൽ ബ്ലോക്ക് ആക്കി. പക്ഷെ ഇയാളെ പെരുമാറാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടുകല്ല് അല്ല ഇയാളെ കൊടക്കാട് മേലെ കൊടക്കാട് അയാളെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ ചെന്നു ഇയാളെ വീട്ടിലേക്ക്. പക്ഷേ ഈ പറഞ്ഞ തങ്ങളും അയാളെ ചിങ്കിടികളും അയാൾ എന്തൊക്കെ സ്വകാര്യം പറഞ്ഞിട്ട് ഇന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല, മടങ്ങിപ്പോന്നു. ഞാൻ കേട്ടില്ലേ, ചികിത്സയുടെ മറവിൽ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു പല ബിസിനസ്സുകളാണ്. പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് പല കാര്യങ്ങളുമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സ്വന്തം മതത്തെ പോലും കളങ്കപ്പെടുത്തുന്ന, സ്വന്തം മതവിശ്വാസികളെ പോലും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരാളാണ് ഈ ആറ്റക്കോയ തങ്ങൾ. ഇയാൾ ആറ്റക്കോയ തങ്ങളല്ല, തങ്ങളെന്ന് പോലും ഇയാളെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ നല്ല പാതയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് പണ്ഡിതന്മാരെ നമുക്കറിയാം. ഇപ്പം യൂട്യൂബിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ. പക്ഷേ അവർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളൊക്കെ ഇറങ്ങിയേക്കുന്നത്. ഇയാൾക്കെതിരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്താൻ വരിക, അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ കള്ളത്തരമാണെന്ന് പറയുക. ഇയാളുടെ കുറച്ച് റിയൽ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുക. അത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് വലിയൊരു ബിസിനസ് ആയിട്ട് അങ്ങ് വളർത്തിയെടുത്തേക്കാണ്. കുറച്ചും കൂടി വർഷം കഴിയുമ്പോൾ ഇയാളെ ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം ഇയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല കിട്ടുന്ന കാശിൽ നിന്ന് കുറച്ച് കാശ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ വിനിയോഗിക്കും. എന്നിട്ട് അതിൻ്റെ മറവിൽ വലിയ വലിയ വൃത്തികേടുകൾ കാണിക്കും. അപ്പം ഈ നല്ല കാര്യം, ചെറുതായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം എത്തീം ഖാനയിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ അവർക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട സ്ത്രീകളെ കല്യാണം കഴിപ്പിച്ച് വിടുകയോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. എന്നിട്ട് ഇതിന്റെ മറവിൽ വലിയ വൃത്തികേടുകളായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും, അയ്യോ മഹാനായിട്ടുള്ള വ്യക്തി, ഇയാൾ എന്ത് നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്വന്തം പൈസ എടുത്ത് ചെലവാക്കുന്നു. ഇവരെ അഡ്വർടൈസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആരോപണവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ നേരെ എടുത്തിടുന്നത്, ദേ ഞങ്ങൾ എത്തീംഖാനയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു, അവർക്ക് ഫുഡ് കൊടുക്കുന്നു, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, കല്യാണം നടത്തി കൊടുക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങ് വിളമ്പും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അയ്യോ നല്ലവരായിട്ടുള്ള മനുഷ്യരാണല്ലോ ഇവര് എന്ന് നമ്മൾ കരുതും. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടാണ് ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രംഗത്ത് വന്നേക്കുന്ന സ്ത്രീ, അവർക്ക് ഇയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒന്നും നേടാനില്ല, ഒന്നും കിട്ടാനില്ല. മറിച്ച് ഇവരെ പലരും ഒറ്റപ്പെടുത്തുകയേ ചെയ്യത്തുള്ളൂ. എന്നിട്ടും അവരങ്ങനെ വന്ന് കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ, എന്നിട്ടും അവർ വന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ശരിയായിരിക്കില്ലേ? കുറേ സ്ത്രീകൾ ഇയാളുടെ വലയിൽ വീണിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇയാൾ ഈ സ്ത്രീകളെ വെച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നത്? ഇയാൾ വലിയ തങ്ങളാണ്, ഇയാൾ ചികിത്സിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തിന് സ്ത്രീകളെ വെച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് നടത്തണം? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാളുടെ ഉദ്ദേശം ശരിയല്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരം ആൾക്കാരെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവരേത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആളായിക്കോട്ടെ, അവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവരെ കണ്ട് ഒറ്റപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വിശ്വാസികളെ പറ്റിച്ച്, ജനങ്ങളെ പറ്റിച്ച്, പാവപ്പെട്ടവരെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്ന കുറേ കള്ളന്മാര്, ഇവന്മാരൊക്കെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ പിൻഗാമികളാണ്, മുൻഗാമികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത്. നമുക്കറിയില്ലല്ലോ, ഇവർ പറയുമ്പോൾ സത്യമാണെന്ന് പലരും അങ്ങ് വിചാരിക്കും. വലിയ അറിവോ പഠിപ്പോ വിവരമോ ഒന്നുമില്ലാത്ത പാവപ്പെട്ട ആൾക്കാർ വിചാരിക്കുമോ ഇയാൾ എന്തോ വലിയ പണ്ഡിതനാണ്. കാരണം ഇപ്പം എല്ലാവർക്കും ഭയങ്കര ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ അല്ലേ. അപ്പം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്താണെങ്കിലും ആ ദുരിതം എങ്ങനെയും തീർക്കാനായിരിക്കും പലരും ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ഇയാളൊക്കെ ചൂഷണം ചെയ്യും.